വർക്കല ചെമ്മരുതി പഞ്ചായത്ത് 3-ാം വാർഡിൽ കോവൂർ മാന്തോട്ടം നടപ്പാലം അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ച് നാട്ടുകാർ സ്റ്റേറ്റ് ഫോർവേഡിനോട് പണിത പാലമാണിത്. അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഈ പാലം പണിത് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോലും നിവർത്തിയില്ല. ആ സമയത്ത് ഈ പാലം ഇവിടുന്ന് അങ്ങനെ പണിതിരുന്നുവെങ്കിൽ ആൾക്കാർക്ക് യാത്രാ സൗകര്യത്തിന് 2 വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുവാൻ ഇടയായാണ്. ഇത് അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇത് ഇന്ന് ചെമ്മരുതി പഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൻ്റെ ഗ്രാമസഭയായിരുന്നു. ഈ ഗ്രാമസഭയിൽ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ഒരു പ്രമേയം പാസ്സാക്കി ഗ്രാമസഭയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാമസഭാ അംഗങ്ങളെല്ലാം വൈകകണ്ഠേന കൈയടിച്ചത് പാസ്സാക്കിയതുമാണ്. ഇത് പൊളിച്ച് പണിത് ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാലം ഇതിനെക്കുറിച്ച് വിശദമായി ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി RSPയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുദർശനൻ കോവൂർ. ഈ പാലത്തിൻ്റെ പണിയെപ്പറ്റി നേരത്തെ ഏതാണ്ട് 1 വർഷത്തിന് മുമ്പേ നമ്മളിതിന് പറഞ്ഞതാണ്. ഇവിടെ പലരും വന്ന് ഇതിങ്ങനെ കെട്ടണമെന്ന് തർക്കിച്ചതാണ്. ഇതിനകത്ത് പിന്നെ കമ്പി ഇടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് കമ്പി ഇല്ലയെന്ന് അവർ പറഞ്ഞു. കമ്പിയിട്ട് പണിയുന്നൊരു പിന്നെ സ്റ്റേറ്റ്മെൻറ്റല്ല അവർക്ക് കൊടുത്തിരിക്കുന്ന കമ്പി ഇല്ലാത്ത പണിയാണെന്ന് പറഞ്ഞു. ഇതിന് ഇന്നലെ ശശികുമാർ കൊണ്ടുവന്ന ഒരു പേപ്പർ, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പേപ്പർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് 1,14,000 ചില്ലുവാനും രൂപയ്ക്ക് ഇവിടെ എന്ത് ചെയ്തെന്നറിയാൻ വയ്യ. 5 ലോഡ് മെറ്റിലാണ് ഇതിന് അവർ എസ്റ്റിമേറ്റ് ഇട്ടേക്കുന്നത്. 8,000 ചില്ലുവാനും പിന്നെ രൂപയുടെ കമ്പി. ഇതാണ് അതിൻ്റെയൊക്കെ മര്യാദ. ഇത് അന്വേഷിക്കാനും കാണാനും നോക്കാനും ആരും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പനയേറെ ഒരു പിന്നെ സ്കൂട്ടിക്കെങ്കിലും കയറിപ്പോത്തക്കൊണ്ടുള്ള സൗകര്യം ഉണ്ടായേനെ. അതുപോലെ ഇപ്പോൾ ഇല്ലാതിരിക്കുകയാണ്. ഒരു പശുവിനെ ഇറക്കാനൊക്കാത്ത അവസ്ഥയായി. പ്രായം ചെന്നൊരു സ്ത്രീക്ക് ഇറങ്ങാനൊക്കില്ല. ഇവിടെ വന്നു നിന്നുകൊണ്ട് രമേശനെ വിളിക്കും. രമേശ ഓടിയ എന്നെ പിടിച്ച് കയറ്റെന്നും പറഞ്ഞ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വയലിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും വിളിച്ചിട്ടുണ്ട്. ഞാൻ വന്ന് പിടിച്ച് കയറ്റിയിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുകയും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഈ 3-ാം വാർഡിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പനയേറ പോവുകയും വരികയും ചെയ്യുന്നത് ഇതുവഴിയാണ്. കാരണം ഇതൊരു കുറുക്ക് വഴിയാണ്. വണ്ടി മറ്റുള്ള വാഹനങ്ങളൊന്നും ഇല്ലാത്ത പലരും നടന്നു പോയി ആസ്പത്രിയിൽ പോണതും അമ്പലത്തിൽ പോണതും വില്ലേജിൽ പോണതും പിന്നെ പഞ്ചായത്തിൽ പോണതും ഇവിടെ എല്ലാത്തിനും ഈ വഴിയാണ് അവർ ഉപയോഗിക്കുന്നത്. വാഹനങ്ങളില്ലാത്തവർ ബാങ്കിൽ വരെ ഇതുവഴിയുള്ള ആണ് ആൾക്കാർ പോണത്. ആയതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. നിങ്ങൾക്ക് പിന്നെ ഈ വഴി നേരെ ചൊവ്വയെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ പിരേടത്തിൻ്റെ നിലത്തിൻ്റെ ഉടയനാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹം ഇന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നേരെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിരീഡം കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ തീരും. പാലം കെട്ടാൻ സമയത്ത് നമ്മൾ പറഞ്ഞ് അപ്പുറത്തൊരു 4 മീറ്റർ 3 മീറ്റർ വഴിയുണ്ട്. ആ വഴിയും കൂടെ ഉൾപ്പെടുത്തി വേണം ഇതിൽ ഈ പാലം ഉണ്ടാക്കാൻ. ആൾക്കാർക്ക് നടന്നു പോകാനായിരുന്നാലും സൈക്കിളിൽ പോകാനായിരുന്നാലും ഉള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്യാനാണ് അന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമായ രീതിയിൽ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ പൊതു ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യൂ, അവരെ ഇഷ്ടത്തിനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഇഷ്ടത്തിനാണ് ചെയ്തത്. ഞാൻ എപ്പോഴും കയറി പോവുകയും ചെയ്തു. അതാണ് ഇവിടെ നടന്നത്. ഇതിൽ നിന്ന് നമ്മളൊരു 3 മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 പാർട്ടി അപ്പുറം ഇപ്പുറമുള്ള പുരയിടത്തുനിന്ന് 1.5 മീറ്റർ വീതം വെച്ചാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര സ്ഥലം വേണമെങ്കിലും നമ്മൾ കൊടുക്കാം, നമ്മൾ തരാൻ തയ്യാറാണ്. നിങ്ങൾ പാലം അല്ലെ റോഡ് നികത്തി പാറ കെട്ടി ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്യേ എന്ത് വേണോ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴതിലൊന്നും അവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവർക്ക് ഇതുപോലെ ഈ പടുകുഴി പോലെ ഇട്ട് ഈ പൊതുജനങ്ങൾ എത്രയെങ്കിലും പേര് ക്ഷേത്രത്തിലേക്കും പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കും സകല സ്ഥലത്തേക്കും പോകാനുള്ള ഒരു പെരുവഴിയാണിത്, റോഡാണ്.
അത് കിടക്കുന്ന കിടപ്പുണ്ടില്ല. എത്രയോ പേര് ഇവിടെ വന്ന് വീണ് അറിയാമോ? ഇവിടെ വന്ന് മുട്ടിടിച്ച് വീണ എത്രയോ തള്ളമാർ പ്രായമുള്ളവർ ഇവിടെ കയറാൻ പറ്റത്തില്ല. ഇപ്പോഴാണ് ഇന്നലെ വരെയും ഒരു കല്ലേ ഉള്ളായിരുന്നു. ഇന്നലെ രാത്രി ഇപ്പം 4 കല്ല് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ആ രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തകരും അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ഉണ്ടാവണം. നമ്മളെ താല്പര്യം അതാണ്. ബഹുമാന്യരെ കേട്ടില്ലേ? ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനും ഈ നാട്ടിലെ ഒരു വ്യക്തിയുമായ രമേശണ്ണൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം ഇനിയും സ്ഥലം കൊടുക്കാൻ തന്നടത്തിനാണ്. നേരെ ചൊവ്വേ യാത്രാ സൗകര്യം ഒരുക്കിയാൽ, നേരെ ചൊവ്വേ യാത്രാ സൗകര്യത്തിനുള്ള സംവിധാനം ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കിയാൽ ഉറപ്പായും അദ്ദേഹം സ്ഥലം തരാൻ തയ്യാറാണെന്ന് അദ്ദേഹം ഈ സ്റ്റേറ്റ് ഫോർവേഡ് മീഡിയയ്ക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നിർമ്മാണത്തെക്കുറിച്ച് ഏകദേശം 4-5 പശുക്കൾ വരെ കറവയുണ്ടായിരുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന രാജുവാണ്. അദ്ദേഹം പശുക്കളെയൊക്കെ വിറ്റിപ്പം കൊണ്ടുപോകാനുള്ള അസൗകര്യം കാരണം പശുക്കളെയൊക്കെ വിറ്റ് ഒരു ചെറിയ കടയുമായിട്ട് ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം സ്റ്റേറ്റ് ഫോർവേഡിനോട്. അത് ഇവിടെ നേരത്തെ ആയിരുന്നു ഒരു ബൈക്കെങ്കിലും ഇറങ്ങി പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പാലം വന്നതിന് ശേഷം ബൈക്കും പോലും ഒന്നും പോകില്ല. അപ്പോൾ പാലം ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ പാലം നമ്മൾ പണിയാൻ നേരത്തെ നമ്മൾ ചെന്ന് പറഞ്ഞ് ഇന്നണക്കാണ് ഒരു സൈഡ് ചരിച്ച് വാർക്കാൻ പറഞ്ഞു. അപ്പോൾ 2 ബസ്സുവിൻ്റെ സൈഡിലൂടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു അത് പറ്റില്ല. അപ്പോൾ നമ്മൾ മെമ്പറെ കണ്ടു പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അവർ ഇതിലുള്ള കാറ്റലോഗിലുള്ള രീതിയിൽ അവർ ചെയ്യുള്ളൂ പറഞ്ഞു. അല്ലാതെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പണി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എഞ്ചിനീയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇത് അപ്പോൾ നമ്മൾ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇതിന് ഫില്ലറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇതിന് ഫില്ലർ ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഫില്ലർ ഇല്ലാത്ത പാലമാണെന്ന് പറഞ്ഞു. ഫില്ലർ ഇല്ലാത്ത പാലമാണ്, ഫില്ലറില്ലാതെ. അപ്പോൾ നോക്കാം ഫില്ലറൊന്നും ഇല്ലായിരുന്നു. അത് ഫില്ലറില്ലാതെ ഈ വീതിക്ക് ഇത്ര വീതിക്ക് നേരെ സ്റ്റേറ്റിന് ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് പൊക്കി പെട്ടി അടിച്ച് കോൺക്രീറ്റ് ഇട്ട് പൊക്കിയാണ് എടുത്തത്. അല്ലാതെ അത് ഫില്ലറും ഉണ്ടാക്കൊന്നും ഇല്ല അതിൽ. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അടിയിൽ സ്റ്റീൽ കമ്പി ഇടുന്നു. അടിയിൽ സ്റ്റീൽ ഉണ്ടാന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, ഇട്ടോന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുമില്ല അതിൽ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അതെല്ലാം ഫസ്റ്റിലെ പാലം 2 വാർത്ത് വെച്ച് പാലം വാർത്ത് വെച്ച് ഈ സൈഡ് കെട്ടിയതിന് ശേഷമാണ് പിന്നെ ഇവർ തോട്ടിൻ്റെ കുഴി അവർ തോണ്ടിയെടുത്തിട്ട് അവിടെ സ്റ്റീൽ ഇട്ടോന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ല, സ്റ്റീൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ, അതിലുണ്ടോയെന്ന് അറിയത്തില്ല. കാര്യം സ്റ്റീലൊന്നും കൊണ്ടുപോകണമെന്ന് വന്നിട്ടില്ല. പിന്നെ ഇവിടെ പറഞ്ഞിട്ട് 5-6 ലോഡ് എത്ര ലോഡ് പാറ കൊണ്ടുവന്നു മെറ്റിലോട് 5 ലോഡാ എന്നൊക്കെ പറയുന്ന കേട്ടു. അത് എസ്റ്റിമേറ്റിനകത്ത് എസ്റ്റിമേറ്റിൽ 5 ലോഡ് വേറെ, അതിൽ 5 ലോഡ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. മെറ്റിൽ 5 ലോഡ് മെറ്റിലവിടെ ഇറങ്ങിയിട്ടുണ്ടോ? കോൺക്രീറ്റ് ചെയ്യാൻ കൂടെ ആയിരിക്കും. ഏത് കോൺക്രീറ്റ് ചെയ്യാൻ? ഈ റോഡ് വേറെ അല്ലേ കോൺക്രീറ്റ്? അത് മാത്രം പാലത്തിൻ്റെ മാത്രമാണ് അവിടെ ചെയ്തിരുന്നത്. എന്നിട്ട് നമ്മൾ അന്ന് പറയുന്നത് വേറെ എന്നെ ഒത്തിരി ചരിച്ച് ചേർത്താൽ 2 അടുത്തൂടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പോക്കെടുത്തില്ല. അപ്പോൾ കാരണം ആ പുള്ളിയുടെ ഇതിൽ കൂടെ വേണ്ട അയാളെ രീതിയിൽ വരാത്തതുകൊണ്ട് അയാൾ അവിടെ വെട്ടിയിടിച്ച്. ഇപ്പോൾ വെട്ടിയിടിച്ചുകൊണ്ട് ഇപ്പം പശുക്കൾ ഒരൊറ്റയാണ് അവിടെ ഇറങ്ങത്തില്ല. മനുഷ്യ ഇറങ്ങി പോകില്ല. മനുഷ്യ ഇറങ്ങി പോകണമെങ്കിൽ ഇത്തിരി പ്രായമുള്ള ഒരാളാണ് പോകണമെങ്കിൽ ആ ആളിനെ പിടിച്ചിറക്കിയില്ലെങ്കിൽ ആളവിടെ എത്ര ആൾക്കാർ മറിഞ്ഞ് വീണ് ഒടിഞ്ഞ ആൾക്കാരും ഉണ്ട് അവിടെ. ഇപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ചെയ്യുമെങ്കിൽ ഇതൊരു പാലം വരെയാണെങ്കിൽ ആ മറ്റേ ചെറിയ പാലം അതും പോയിരിക്കുകയാണ്. ആറ്റ് കിടക്കുന്ന ആ പാലവും പോയി കിടക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ അതൊരു നല്ല കാര്യമുണ്ട്. പാലം ചെയ്യുമെന്നുണ്ടാക്കി നല്ല കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം മെമ്പറോട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് MLA വരുമ്പോൾ നമ്മൾ കാണാൻ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നേരത്തെ നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞ് നമ്മൾക്ക് പറയാം എന്ന് പറഞ്ഞു. അത് ഇതുവരെ ആരും പറഞ്ഞിട്ട് ഇതുവരെ നടന്നില്ല. മെമ്പറോടും പറഞ്ഞു. മെമ്പറും പറയുന്നത് ഇതെന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. ഈ ചെയ്യാന്ന് പറയുന്നല്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും പറയുന്നത് കമ്മിറ്റിയിൽ കൂടി ചെയ്യാം. സർക്കാരിന്റെ സ്വത്ത് ഇതിലേക്ക് പതിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ തന്നെ ഇവിടെ നിന്ന് അങ്ങനെ എത്ര വണ്ടിയുണ്ടെന്നറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ പാലം കയറി അക്കരെ ചെന്ന് നമുക്ക് ഒരു ദേവീനെ കയറി തൊഴുവാൻ ഇവിടുന്ന് ഒരു കുഞ്ഞുങ്ങളും അങ്ങോട്ട് പോകില്ല. കാര്യം എന്ന് വെച്ചാൽ പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ആ പാലത്തിൽ കയറിയിരുന്ന് ആൾക്കാരെ പള്ളു വിളിച്ചിട്ട് ഇത് ഇത് കറക്റ്റ് ഇത് കൊടുക്കണം. ആൾക്കാരെ പള്ളു വിളി, കാല് നീട്ടി 2 ചെറിയ പാലമാണ്. ഈ ചെറിയ പാലത്തെ അപ്പുറം കാല് നീട്ടി എന്നിട്ടാണ് ആൾക്കാർ എന്തെങ്കിലും പറയാൻ അവരെ പള്ളു വിളിക്കും. കുറച്ച് ചാരായം കുടിച്ച് കഞ്ചാവ് കുടിച്ചിട്ട് അവിടെ ഇരിക്കും ആൾക്കാർ. ഇതിന് നിങ്ങളൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമായിരുന്നു. ഇവിടെ തെറ്റിയടിച്ചൊക്കെയാണ് ഒരു മൂത്തന്മാർ വരുന്നത്.
മഴ പെയ്താൽ ഇതിലിറങ്ങാൻ പറ്റില്ല, പലർക്കും വരാൻ പറ്റില്ല. എന്നിട്ടും അങ്ങേര് പറഞ്ഞു എന്തിനാണ് ആ അണ്ണം പറഞ്ഞത്, അന്തസ്സായിട്ട് ഞാൻ എൻ്റെ പെരോട് ഞാൻ കൊടുത്തോളാം, അന്തസ്സായിട്ട് വന്നിട്ട് ഒരു ആട്ട പോണോ നോക്കൂല, അന്തസ്സായിട്ട് നമ്മൾ കൊടുക്കാൻ തന്നെ ആ അണ്ണം പറഞ്ഞു. അല്ല അത് അതിനെപ്പറ്റി കിടപ്പുണ്ട്, അത് ഈ വഴി അയാൾ പറഞ്ഞ ആണെങ്കിലും അങ്ങനെ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൂത്തന്മാർ വീണിട്ടുണ്ട്, ഞാൻ വീണിട്ടുണ്ട്. ഞാൻ വീണ കാര്യം പോട്ട്, അല്ലാതെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സിമെൻ്റ് ഇട്ട് നേരത്തെ ഇരുന്ന നമ്പർമാരൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഒത്തിരി കാശൊക്കെ കൊണ്ടുപോയി. അതിപ്പോൾ അതിനെപ്പറ്റി വേണ്ട, വീടുമായി എല്ലാമായി. ഇന്ന് ഒരാട്ടോ ഇതിലെ അങ്ങ് പനാറ പൊന്നമ്മച്ചിന് പണിയിൽ പോകണമെങ്കിലേ മൂത്തന്മാർ വന്ന് നമുക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? മാന്യമായ കാര്യമാണ്. ഞങ്ങൾ ഇന്നലെയാണ് ഒരു 10-15 വർഷം കൊണ്ട് ഞാൻ വരുന്നത്. ഞാൻ അച്യുതമുക്കിലുള്ളേ ഇവിടെ വീഴുന്നുണ്ട്. നമ്മളെല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, കുട്ടികൾ വരെ വീണിട്ടുണ്ട്. അന്നും പറയുന്നതാണ് മാന്യമായിട്ട് ഞാൻ എന്നെ കൊണ്ട് വെക്കുന്നത് ഞാൻ ചെയ്യാമെന്ന്. അതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ തരുമെങ്കിൽ അതിനെപ്പറ്റി. പിന്നെ പോത്തിനെയും പശുവിനെയും കൊണ്ടുപോകണം, അത് മൃഗമാണ്. അത് വെച്ചിട്ട് ഇവിടെ പലരും പറഞ്ഞിട്ട് ഒരു മണ്ണ് വരെ ചേർന്ന് കൊടുക്കുക ആരും കൊടുത്തിട്ടില്ല. പണിത പാലമാണിത്. അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഈ പാലം പണിത് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോലും നിവർത്തിയില്ല. ആ സമയത്ത് ഈ പാലം ഇവിടുന്ന് അങ്ങനെ പണിതിരുന്നു എങ്കിൽ ആൾക്കാർക്ക് യാത്രാ സൗകര്യത്തിന് 2 വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുവാൻ ഇടയായാണ്. ഇത് അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പാലം പണിതിരിക്കുന്നത്. ഇത് ഇന്ന് ചെമ്മരുതി പഞ്ചായത്തിൻ്റെ 3-ാം വാർഡിൻ്റെ ഗ്രാമസഭയായിരുന്നു. ഈ ഗ്രാമസഭയിൽ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ഒരു പ്രമേയം പാസ്സാക്കി ഗ്രാമസഭയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാമസഭാ അംഗങ്ങളെല്ലാം ഐകകണ്ഠേന കൈയടിച്ചത് പാസ്സാക്കിയതുമാണ്. ഇത് പൊളിച്ച് പണിത് ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാലം ഇതിനെക്കുറിച്ച് വിശദമായി ഒന്ന് സംസാരിക്കുന്നതിന് വേണ്ടി RSPയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുദർശനൻ കോവൂർ. ഈ പാലത്തിൻ്റെ പണിയെപ്പറ്റി നേരത്തെ ഏതാണ്ട് 1 വർഷത്തിന് മുമ്പേ നമ്മളിതിന് പറഞ്ഞതാണ്. ഇവിടെ പലരും വന്ന് ഇതിങ്ങനെ കെട്ടണമെന്ന് തർക്കിച്ചതാണ്. ഇതിനകത്ത് പിന്നെ കമ്പി ഇടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് കമ്പി ഇല്ലയെന്ന് അവർ പറഞ്ഞു. കമ്പിയിട്ട് പണിയുന്നൊരു പിന്നെ സ്റ്റേറ്റ്മെൻറ്റല്ല അവർക്ക് കൊടുത്തിരിക്കുന്ന, കമ്പി ഇല്ലാത്ത പണിയാണെന്ന് പറഞ്ഞു. ഇതിന് ഇന്നലെ ശശികുമാർ കൊണ്ടുവന്ന ഒരു പേപ്പർ, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പേപ്പർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് 1,14,000 ചില്ലുവാനും രൂപയ്ക്ക് ഇവിടെ എന്ത് ചെയ്തെന്നറിയാൻ വയ്യ. 5 ലോഡ് മെറ്റിലാണ് ഇതിന് അവർ എസ്റ്റിമേറ്റ് ഇട്ടേക്കുന്നത്. 8,000 ചില്ലുവാനും പിന്നെ രൂപയുടെ കമ്പി. ഇതാണ് അതിൻ്റെയൊക്കെ മര്യാദ. ഇത് അന്വേഷിക്കാനും കാണാനും നോക്കാനും ആരും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഈ പിന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞ രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പനയാറ് ഒരു പിന്നെ സ്കൂട്ടിക്കെങ്കിലും കയറിപ്പോത്തേക്കാനുള്ള സൗകര്യം ഉണ്ടായേനെ. അതുപോലെ ഇപ്പോൾ ഇല്ലാതിരിക്കുകയാണ്. ഒരു പശുവിനെ ഇറക്കാനൊക്കാത്ത അവസ്ഥയായി. പ്രായം ചെന്നൊരു സ്ത്രീക്ക് ഇറങ്ങാനൊക്കില്ല. ഇവിടെ വന്നു നിന്നുകൊണ്ട് രമേശനെ വിളിക്കും, രമേശ ഓടി എന്നെ പിടിച്ച് കയറ്റെന്നും പറഞ്ഞ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വയലിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലരും വിളിച്ചിട്ടുണ്ട്, ഞാൻ വന്ന് പിടിച്ച് കയറ്റിയിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുകയും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഈ 3-ാം വാർഡിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പനയറ പോവുകയും വരികയും ചെയ്യുന്നത് ഇതുവഴിയാണ്. കാരണം ഇതൊരു കുറുക്ക് വഴിയാണ്. വണ്ടി മറ്റുള്ള വാഹനങ്ങളൊന്നും ഇല്ലാത്ത പലരും നടന്നു പോയി ആസ്പത്രിയിൽ പോണതും അമ്പലത്തിൽ പോണതും വില്ലേജിൽ പോണതും പിന്നെ പഞ്ചായത്തിൽ പോണതും ഇവിടെ എല്ലാത്തിനും ഈ വഴിയാണ് അവർ ഉപയോഗിക്കുന്നത്. വാഹനങ്ങളില്ലാത്തവർ ബാങ്കിൽ വരെ ഇതുവഴിയുള്ള ആണ് ആൾക്കാർ പോണത്. ആയതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. നിങ്ങൾക്ക് പിന്നെ ഈ വഴി നേരെ ചൊവ്വയെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ പിരേടത്തിൻ്റെ
നിലത്തിൻ്റെ ഉടയനാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹം ഇന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിരീഡം കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ തീരും. പാലം കെട്ടാൻ സമയത്ത് നമ്മൾ പറഞ്ഞ് അപ്പുറത്തൊരു 4 മീറ്റർ 3 മീറ്റർ വഴിയുണ്ട്. ആ വഴിയും കൂടെ ഉൾപ്പെടുത്തി വേണം ഇതിൽ ഈ പാലം ഉണ്ടാക്കാൻ. ആൾക്കാർക്ക് നടന്നു പോകാനായിരുന്നാലും സൈക്കിളിൽ പോകാനായിരുന്നാലും ഉള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്യാനാണ് അന്ന് അവരോട് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമായ രീതിയിൽ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ പൊതു ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനെ ചെയ്യൂ, അവരെ ഇഷ്ടത്തിനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഇഷ്ടത്തിനാണ് ചെയ്തത്. ഞാൻ എപ്പോഴേ കയറി പോവുകയും ചെയ്തു. അതാണ് ഇവിടെ നടന്നത്. ഇതിന് നമ്മളൊരു 3 മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 പാർട്ടി അപ്പുറം ഇപ്പുറമുള്ള പുരയിടത്തുനിന്ന് 1.5 മീറ്റർ വീതം വെച്ചാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര സ്ഥലം വേണമെങ്കിലും നമ്മൾ കൊടുക്കാം, നമ്മൾ തരാൻ തയ്യാറാണ്. നിങ്ങൾ പാലം അല്ലെ റോഡ് നികത്തി പാറ കെട്ടി ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്യുക എന്ത് വേണോ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴതിലൊന്നും അവർക്ക് യാതൊരു താല്പര്യവും ഇല്ല. അവർക്ക് ഇതുപോലെ ഈ പടുകുഴി പോലെ ഇട്ട് ഈ പൊതുജനങ്ങൾ എത്രയെങ്കിലും പേര് ക്ഷേത്രത്തിലേക്കും പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കും സകല സ്ഥലത്തേക്കും പോകാനുള്ള ഒരു പെരുവഴിയാണിത്, റോഡാണ്. അത് കിടക്കുന്ന കിടപ്പുണ്ടില്ല. എത്രയോ പേര് ഇവിടെ വന്ന് വീണ് അറിയാമോ? ഇവിടെ വന്ന് മുട്ടിടിച്ച് വീണ എത്രയോ തള്ളമാർ പ്രായമുള്ളവർ ഇവിടെ കയറാൻ പറ്റത്തില്ല. ഇപ്പോഴാണ് ഇന്നലെ വരെയും ഒരു കല്ലേ ഉള്ളായിരുന്നു. ഇന്നലെ രാത്രി ഇപ്പം 4 കല്ല് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ആ രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തകരും അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ വേണ്ട രീതിയിലുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളെ താല്പര്യം അതാണ്. ബഹുമാന്യരെ കേട്ടില്ലേ? ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനും ഈ നാട്ടിലെ ഒരു വ്യക്തിയുമായ രമേശണ്ണം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം ഇനിയും സ്ഥലം കൊടുക്കാൻ തന്നർത്ഥനാണ്. നേരെ ചൊവ്വേ യാത്രാ സൗകര്യം ഒരുക്കിയാൽ, നേരെ ചൊവ്വേ യാത്രാ സൗകര്യത്തിനുള്ള സംവിധാനം ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയാൽ ഉറപ്പായും അദ്ദേഹം സ്ഥലം തരാൻ തയ്യാറാണെന്ന് അദ്ദേഹം ഈ സ്റ്റേറ്റ് ഫോർവേഡ് മീഡിയയ്ക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നിർമ്മാണത്തെക്കുറിച്ച് ഏകദേശം 4-5 പശുക്കൾ വരെ കറവയുണ്ടായിരുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന രാജുവാണ്. അദ്ദേഹം പശുക്കളെയൊക്കെ വിറ്റിപ്പം കൊണ്ടുപോകാനുള്ള അസൗകര്യം കാരണം പശുക്കളെയൊക്കെ വിറ്റ് ഒരു ചെറിയ കടയുമായിട്ട് ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം സ്റ്റേറ്റ് ഫോർവേഡിനോട്. അത് ഇവിടെ നേരത്തെ ആയിരുന്നു ഒരു ബൈക്കെങ്കിലും ഇറങ്ങി പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പാലം വന്നതിന് ശേഷം ബൈക്കും പോലും ഒന്നും പോകില്ല. അപ്പോൾ പാലം ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ പാലം നമ്മൾ പണിയാൻ നേരത്തെ നമ്മൾ ചെന്ന് പറഞ്ഞ് ഇന്നണക്കാണ് ഒരു സൈഡ് ചരിച്ച് വാർക്കാൻ പറഞ്ഞു. അപ്പോൾ 2 വസ്തുവിൻ്റെ സൈഡിൽ കൂടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു അത് പറ്റില്ല. അപ്പോൾ നമ്മൾ മെമ്പറെ കണ്ടു പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അവർ ഇതിലുള്ള കാറ്റലോഗിലുള്ള രീതിയിൽ അവർ ചെയ്യൂലെന്ന് പറഞ്ഞു, അല്ലാതെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പണി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എഞ്ചിനീയറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഇത്, അപ്പോൾ നമ്മൾ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇതിന് ഫില്ലറൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാറേ ഇതിന് ഫില്ലർ ഇല്ലയെന്ന് ചോദിച്ചു. പറഞ്ഞു ഫില്ലറില്ലാത്ത പാലമാണെന്ന് പറഞ്ഞു. ഫില്ലറില്ലാത്ത പാലമാണ്, ഫില്ലറില്ലാതെ. അപ്പോൾ നോക്കാം ഫില്ലറൊന്നും ഇല്ലായിരുന്നു. അത് ഫില്ലറില്ല ഈ വീതിക്ക് ഇത്ര വീതിക്ക് നേരെ സ്റ്റേറ്റിന് ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട് പൊക്കി പെട്ടി അടിച്ച് കോൺക്രീറ്റ് ഇട്ട് പൊക്കിയാണ് എടുത്തത്. അല്ലാതെ അത് ഫില്ലറും ഉണ്ടാക്കൊന്നും ഇല്ല അതിൽ. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അടിയിൽ സ്റ്റീൽ കമ്പി അടിയിൽ സ്റ്റീൽ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, ഇട്ടോന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുമില്ല അതിൽ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അതെല്ലാം ഫസ്റ്റിലെ പാലം 2 വാർത്ത് വെച്ച് പാല വാർത്ത് വെച്ച് ഈ സൈഡ് കെട്ടിയതിന് ശേഷമാണ് പിന്നെ ഇവർ തോട്ടിൻ്റെ കുഴി അവർ തോണ്ടിയെടുത്തിട്ട് അവിടെ സ്റ്റീൽ ഇട്ടോന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ല, സ്റ്റീൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ, അതിലുണ്ടോയെന്ന് അറിയത്തില്ല. കാര്യം സ്റ്റീലൊന്നും കൊണ്ടുപോകണമെന്നൊന്നുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞിട്ട് 5-6 ലോഡ് എത്ര ലോഡ് പാറ കൊണ്ടുവന്നു മെറ്റിലോട് 5 ലോഡാണ് എന്നൊക്കെ പറയുന്ന കേട്ടു. അത് എസ്റ്റിമേറ്റിനകത്ത് എസ്റ്റിമേറ്റിൽ 5 ലോഡ് വേറെ, അതിൽ 5 ലോഡ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. മെറ്റിൽ 5 ലോഡ് മെറ്റിലവിടെ ഇറങ്ങിയിട്ടുണ്ടോ? കോൺക്രീറ്റ് ചെയ്യാൻ കൂടെ ആയിരിക്കും. ഏത് കോൺക്രീറ്റ് ചെയ്യാൻ? ഈ റോഡ് വേറെ അല്ലേ കോൺക്രീറ്റ്? അത് മാത്രം പാലത്തിൻ്റെ മാത്രമാണ് ഇവിടെ ചെയ്തത്. എന്നിട്ട് നമ്മളന്ന് പറയുന്നത് വേറെ എന്നൊക്കെ ഒത്തിരി ചരിച്ച് ചേർത്താൽ 2 അടുത്തൂടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പോക്കെടുത്തില്ല. അപ്പോൾ കാരണം പുള്ളിയുടെ ഇതിൽ കൂടെ വേണ്ട അയാളെ രീതിയിൽ വരാത്തതുകൊണ്ട് അയാൾ അവിടെ വെട്ടിയിടിച്ച്. ഇപ്പോൾ വെട്ടിയിടിച്ചുകൊണ്ട് ഇപ്പം പശുക്കൾ ഒരൊറ്റയാണ് അവിടെ ഇറങ്ങത്തില്ല. മനുഷ്യ ഇറങ്ങി പോകില്ല. മനുഷ്യ ഇറങ്ങി പോകണമെങ്കിൽ
ഇത്തിരി പ്രായമുള്ള ഒരാളാണ് പോകണമെങ്കിൽ ആ ആളിനെ പിടിച്ചിറക്കിയില്ലെങ്കിൽ ആൾ അവിടെ മറിഞ്ഞു. എത്ര ആൾക്കാർ മറിഞ്ഞ് വീണ് ഒടിഞ്ഞ ആൾക്കാരും ഉണ്ട് അവിടെ. ഇപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ചെയ്യുമെങ്കിൽ ഇതൊരു നല്ലൊരു പാലം വരെയാണെങ്കിൽ ആ മറ്റേ ചെറിയ പാലം അതും പോയിരിക്കുകയാണ്, അറ്റ കിടക്കുന്ന ആ പാലവും പോയി കിടക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പാലം ചെയ്യുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം മെമ്പറോടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് MLA വരുമ്പോൾ നമ്മൾ കാണാൻ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നേരത്തെ നമ്മൾ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞ് നമ്മൾക്ക് ഇപ്പോൾ പറയാം എന്ന് പറഞ്ഞു. അത് ഇതുവരെ ഒന്നും ആരും പറഞ്ഞിട്ട് ഇതുവരെ നടന്നില്ല. മെമ്പറോടെയും പറഞ്ഞു, മെമ്പറും പറയുന്നത് ഇതെന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. ഈ ചെയ്യാന്ന് പറയുന്നല്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും പറയുന്നത് കമ്മിറ്റിയിൽ കൂടി ചെയ്യാം. സർക്കാരിന്റെ സ്വത്ത് ഇതിലേക്ക് പതിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ തന്നെ ഇവിടെ നിന്ന് അങ്ങനെ എത്ര വണ്ടിയുണ്ടെന്ന് അറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ പാലം കയറി അക്കരെ ചെന്ന് നമുക്ക് ഒരു ദേവീനെ കയറി തൊഴുവാൻ ഇവിടുന്ന് ഒരു കുഞ്ഞുങ്ങളും അങ്ങോട്ട് പോകില്ല. കാര്യം എന്ന് വെച്ചാൽ പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ആ പാലത്തിൽ കയറി ഇരുന്ന് ആൾക്കാരെ പള്ളു വിളിച്ചിട്ട് ഇത് ഇത് കറക്റ്റ് ഇത് കൊടുക്കണം. ആൾക്കാരെ പള്ളു വിളി, കാല് നീട്ടി, ചെറിയ പാലമാണ്. ഈ ചെറിയ പാലത്തിൽ അപ്പുറം ഇപ്പുറം കാല് നീട്ടി എന്നിട്ടാണ് ആൾക്കാർ എന്തെങ്കിലും പറയാൻ അവരെ പള്ളു വിളിക്കും. കുറച്ച് ചാരായം കുടിച്ച് കഞ്ചാവ് കുടിച്ചിട്ട് അവിടെ ഇരിക്കും ആൾക്കാർ. ഇതിന് നിങ്ങളൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമായിരുന്നു. ഇവിടെ തെറ്റിയടിച്ചൊക്കെയാണ് ഒരു മൂത്തന്മാർ വരുന്നത്. മഴ പെയ്താൽ ഇതിലിറങ്ങാൻ പറ്റില്ല, പലർക്കും വരാൻ പറ്റില്ല. എന്നിട്ടും അങ്ങനെ പറഞ്ഞു എന്തിനാണ് ആ അണ്ണം പറഞ്ഞത്, അന്തസ്സായിട്ട് ഞാൻ എൻ്റെ പെരോട് ഞാൻ കൊടുത്തോളാം, അന്തസ്സായിട്ട് വന്നിട്ട് ഒരു ആട്ട പോണ കണക്കോല അന്തസ്സായിട്ട് നമ്മൾ കൊടുക്കാൻ തന്നെ ആ അണ്ണം പറഞ്ഞു. 8 മീറ്റർ അവർ 3 മീറ്റർ അല്ല, അത് അതിനെപ്പറ്റി കിടപ്പുണ്ട്. അത് ഈ വഴി അയാൾ പറഞ്ഞത് ആണെങ്കിലും ഉൾപ്പെടുത്തി വേണം ഇത് അങ്ങനെ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മൂത്തന്മാർ വീണിട്ടുണ്ട്, ഞാൻ വീണിട്ടുണ്ട്. ഞാൻ വീണ കാര്യം പോട്ട്, അല്ലാതെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ സിമെൻ്റ് ഇട്ട് നേരത്തെ ഇരുന്ന നമ്പർമാരൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഒത്തിരി കാശൊക്കെ കൊണ്ടുപോയി. അതിപ്പോൾ അതിനെപ്പറ്റി വേണ്ട, വീടുമായി എല്ലാമായി. ഇന്ന് ഒരാട്ടോ ഇതിലെ അങ്ങ് പനാറ പൊന്നമ്മച്ചിന് പണിയിൽ പോകണമെങ്കിലേ മൂത്തന്മാർ വന്ന് നമുക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുമോ? മാന്യമായ കാര്യമാണ്. ഞങ്ങൾ ഇന്നലെയാണ് ഒരു 10-15 വർഷം കൊണ്ട് ഞാൻ വരുന്നത്. ഞാൻ അച്യുതമുക്കിലുള്ളേ ഇവിടെ വീഴുന്നുണ്ട്. നമ്മളെല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടികൾ വരെ വീണിട്ടുണ്ട്. അന്നും പറയുന്നതാണ് മാന്യമായിട്ട് ഞാൻ എന്നെ കൊണ്ട് വെക്കുന്നത് ഞാൻ ചെയ്യാമെന്ന്. അതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ തരുമെങ്കിൽ അതിനെപ്പറ്റി. പിന്നെ പോത്തിനെയും പശുവിനെയും കൊണ്ടുപോകണം, അത് മൃഗമാണ്. അത് വെച്ചിട്ട് ഇവിടെ പലരും പറഞ്ഞിട്ട് ഒരു മണ്ണ് വരെ ചേർന്ന് കൊടുക്കാൻ ആരും കൊടുത്തിട്ടില്ല. സ്ട്രേറ്റ് ഫോർവേഡ് കോവൂർ.